വെൽക്കം ബാക്ക് ടു എഡ്ജു ഡീറ്റെയിൽസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് നമ്മൾ വീഡിയോ ഇച്ചിരി കുറവായിരുന്നു. ആം, നമുക്കിപ്പം ഒത്തിരി കോളുകളും അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഫോളോവേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് കസിൻസ് ഒക്കെ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചു. ഈ +2 കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് നേഴ്സിംഗ് അഡ്മിഷന്റെ കാര്യമാണ് നമ്മളോട് ചോദിച്ചത്. അതുപോലെ ഇത് നല്ല കോളേജുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഇടുന്നത്, അതുപോലെ ഈ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചു. അപ്പം നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ +2 കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും നിങ്ങളുടെ കുട്ടികളെ ഒരിക്കലും നിങ്ങൾ പുഷ് ചെയ്യരുത്. അവരോട് ചോദിക്കുക അവരുടെ പാഷൻ എന്താണ്, അവരെന്താണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ മാതാപിതാക്കളാണ്, നമ്മൾക്ക് എല്ലാവിധ റൈറ്റ്സും ഉണ്ട് നമ്മുടെ കുട്ടികളോട് നീ ഇന്ന കോഴ്സ് എടുക്കൂ എന്ന് പറയാനായിട്ട്. പക്ഷെ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കുട്ടികളാണ് പഠിക്കേണ്ടത്, നമ്മളല്ല. നമ്മൾക്ക് അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇന്നത്തെ കാലത്ത് അവർക്ക് ഒരുപാട്, അതായത് അവരെ കൊണ്ട് തന്നെ അവരുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. കാരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ എൻ്റെ ഈ ഒരു പാഷൻ ഇതല്ല എന്ന് കണ്ടുകൊണ്ട് പലപ്പോഴും അവർക്ക് മാറി വേറൊരു പ്രൊഫഷൻ എടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പാഷൻ, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പോഴത്തെ ആ ഒരു കറണ്ട് ജോബ് മാർക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. പക്ഷെ അതുപോലെ തന്നെ കറണ്ട് നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഫ്യൂച്ചറും കൂടെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇപ്പോൾ AI ടെക്നോളജി മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെയുള്ള കാര്യങ്ങളുടെ ജോലി സാധ്യതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പിൽ കാണണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു +2 കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ നമുക്കറിയാം എൻട്രൻസ് എക്സാമുകൾ, അതിനുവേണ്ടി കോച്ചിങ് സെന്ററിലൊക്കെ കുട്ടികൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീറ്റ് എക്സാം. അപ്പോൾ നീറ്റ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റാങ്ക് അനുസരിച്ച് മാനേജ്മെന്റ് കോട്ടയിലായിക്കോട്ടെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻലി മെഡിക്കൽ കോഴ്സുകൾ, പാരാമെഡിക്കൽ കോഴ്സുകൾ, അതുപോലെ അലൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതായിരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ഒക്കെ നോക്കുമ്പോൾ മെഡിക്കൽ പ്രൊഫഷനുകൾക്ക് എപ്പോഴും ഒരു ഡിമാൻഡ് ഉണ്ട്. പ്രത്യേകിച്ച് നേഴ്സിംഗ്. ശരിക്കും ആ ഒരു ജോലി ഒരിക്കലും ആ ഒരു അവസരം ഇല്ലാതാകില്ല. എവിടെയാണെങ്കിലും ജോലി ഉണ്ടാകും. പ്രത്യേകിച്ച് എബ്രോഡിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ചാൻസ് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ സാലറിയും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞില്ല, അതിനു വേണ്ടിയുള്ളൊരു സ്ട്രൈക്കും മറ്റു കാര്യങ്ങളും നടക്കുകയാണല്ലോ. അപ്പോൾ അവിടെയും നല്ലൊരു സാലറി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആളുകളുടെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ അലൈഡ് കോഴ്സസ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി, മറ്റു കാര്യങ്ങൾ, ഒക്കുപേഷണൽ തെറാപ്പി, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇപ്പോഴത്തെ ആ ഒരു ടെക്നോളജിയിൽ AI, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെ വളരെ നല്ലൊരു പ്രൊഫഷനാണ്. അതുപോലെ തന്നെ ബിസിനസ് കൊമേഴ്സ് ഒക്കെ ആണെങ്കിൽ ചാർട്ടേഡ് CA അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസ്, പിന്നെ അങ്ങനെ അതുപോലെ ബാങ്കിങ് ഫീൽഡുകൾ, ഡിഗ്രി കോഴ്സുകൾ, ഡിപ്ലോമ, നിങ്ങൾക്ക് അതുപോലെ ഏവിയേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾക്ക് ഏതാണോ ഇഷ്ടം, അതിനനുസരിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. അതുപോലെ ഡിപ്ലോമ എടുക്കുന്നതും ഡിഗ്രി എടുക്കുന്ന കാര്യം എന്നോടൊരു പേഴ്സണൽ ആയിട്ട് ഒരാൾ ചോദിച്ചാണ്. ഇപ്പൊ ഡിപ്ലോമ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് ഇപ്പോൾ ആ ഒരു ഡിപ്ലോമ പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ആ കോഴ്സ് കൊണ്ടുള്ള ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രിക്ക് തത്തുല്യമായിട്ടുള്ള ആ ഒരു ഈക്വലന്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾക്ക് ഒരു PG എടുക്കണം, അല്ലെങ്കിൽ ഈ കോഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് വളരെ എളുപ്പം ഒരു ഡിഗ്രി ഉള്ള ആളാണെങ്കിൽ ഈസിലി നമ്മൾക്ക് മറ്റു കോഴ്സുകളിലേക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു കാര്യത്തിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേഴ്സിംഗ് അഡ്മിഷന്റെ കാര്യം, ഇപ്പോൾ നീറ്റിന്റെ കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു, അതൊരു പ്രിഫറൻസ് ആണ്. അതല്ലാതെ നമ്മൾ LBS സയൻസ് ആൻഡ് ടെക്നോളജി ഒഫീഷ്യൽ സൈറ്റിൽ കേരളത്തിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ആ ഒഫീഷ്യൽ സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ വീടിനടുത്തായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളുടെ പേരുകളൊക്കെ രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റ് അയക്കുക. ഇപ്പോൾ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ആ ഒരു ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് റിപ്ലൈ അയക്കുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് NRIക്കാർക്ക് NRI കോട്ട എന്നൊരു ഓപ്ഷൻ നോക്കാം. പക്ഷെ അതിന് ഫീസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് ഇതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ആ ഒരു ബേർഡൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് കർണാടക, നോർത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ആ കോളേജ് അഫിലിയേറ്റഡ് ആണോ, യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണോ, ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ, സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ അപ്രൂവൽ ഉള്ള കോളേജുകളാണോ എന്ന് നിങ്ങൾ പ്രത്യേകം നോക്കണം. ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ INC, അപ്പോൾ INCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഈ കോളേജിന്റെ പേര് നിങ്ങളൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേപ്പേഴ്സ് കിട്ടും. അതുപോലെ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ, ഇപ്പോൾ കേരളയാണെങ്കിൽ കേരളയുടെ നേഴ്സിംഗ് കൗൺസിൽ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക ഈ കോളേജിന് അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യം. അതുപോലെ യൂണിവേഴ്സിറ്റി, എക്സാമ്പിൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ കോളേജിന് ആ ഒരു വെബ്സൈറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ ഈ കോളേജിന് അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനു മുമ്പ് പഠിച്ച കുട്ടികളുടെ ബാച്ച്, പ്രീവിയസ് ബാച്ചിന്റെ റിസൾട്ട്, അതുപോലെ പ്രീവിയസ് ബാച്ചിലെ കുട്ടികളുടെ ഒപ്പീനിയൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊക്കെ നിങ്ങൾ
ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം കിട്ടും. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് പാർട്ണർഷിപ്പ് ഉള്ള ഒരു കോളേജ് ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ നല്ലതാണോ, അതുപോലെ അവിടെയുള്ള ആളുകൾ നല്ലതാണോ, അതുപോലെ ഏരിയ എങ്ങനെയുണ്ട്, അതൊക്കെ നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക. ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ, കാരണം നമ്മൾക്ക് എപ്പോഴും നേഴ്സിങ്ങിന് നമ്മളെപ്പോഴും ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നമുക്ക് വളരെ മസ്റ്റാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെരിഫിക്കേഷൻ നീഡാണ്. അപ്പോൾ പുറത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ മസ്റ്റാണ്. അപ്പം ഈ വെരിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജ് അല്ലെങ്കിൽ നമ്മൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ പ്രശ്നം വരും. അപ്പോൾ ഈ എല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം നമ്മൾ പറയത്തില്ലേ, ഒരുപാട് ഹൈ ഡിമാൻഡുള്ള അല്ലെങ്കിൽ സ്കോപ്പ് ഉള്ള ഒരു കോഴ്സാണ് ഇത്. അതുപോലെ എബ്രോഡ് നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഒരു ഓപ്ഷനാണ്. പക്ഷെ ഫീസും മറ്റു കാര്യങ്ങളും എപ്പോഴും ഹൈ ആയിരിക്കും. പക്ഷെ മുമ്പോട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ നിങ്ങൾ നല്ല യൂണിവേഴ്സിറ്റി ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ഉറപ്പായിട്ടും അങ്ങനെ ഒരു കാര്യത്തിലേക്കും പോകാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എബ്രോഡിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ, അതുപോലെ ഫിസിയോതെറാപ്പി, റെസ്പിറേറ്ററി ആയിക്കോട്ടെ, ഒക്കുപേഷണൽ തെറാപ്പിക്കൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ AI ടെക്നോളജി, ഡേറ്റ അനാലിസിസ്, സോഫ്റ്റ്വെയർ, സൈബർ സെക്യൂരിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ സ്കോപ്പ് ഇപ്പം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. അപ്പോൾ ഒരു കോഴ്സും ഒന്നും നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. എല്ലാ കോഴ്സുകൾക്കും നമ്മുടെ കുട്ടികളുടെ പാഷൻ അനുസരിച്ച്, നമ്മുടെ കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് ആ ഒരു കോഴ്സ്, കാരണം നമ്മൾക്കൊരു കാര്യം ഇഷ്ടമാണെങ്കിൽ നമ്മൾക്ക് അത് എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിൽ കൂടെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ നമുക്ക് ഇഷ്ടമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് അത് പഠിക്കാൻ വളരെ പ്രയാസം വരും. നമ്മൾ ഒരുപാട് സപ്ലൈ എഴുതേണ്ടി വരും. നമുക്ക് മുമ്പോട്ട് പോയാലും ചിലപ്പോൾ നമ്മൾ ആ കയറുന്ന ആ ഒരു ജോലിയിൽ നമ്മൾ ചിലപ്പോൾ അത്ര ഒരു നമ്മുടെ കഴിവുകളൊന്നും പുറത്തേക്ക് കാണിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റാതെ വരും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചിലർക്ക് മ്യൂസിക് ആയിരിക്കാം, ആർട്ട് ആയിരിക്കാം, ചിലർക്ക് ഇലക്ട്രോണിക്കൽ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാതാപിതാക്കൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികളാണെങ്കിലും എന്റെ കൂട്ടുകാർ പോകുന്നത് കൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ ഫ്യൂച്ചർ, മുമ്പോട്ടുള്ള ഓപ്ഷൻസ്, നിങ്ങളുടെ പാഷൻ എല്ലാം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നേഴ്സിംഗ് കോഴ്സുകളിലേക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ജെനുവിനായിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അതുപോലെ ഐക്യുവിനായിക്കോട്ടെ, ഓസ്കി. കാരണം ഈ നേഴ്സിംഗ് നമ്മൾ പഠിത്തമെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഒരുപാട് എക്സാമുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നല്ലൊരു കോളേജിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഈ എക്സാമുകളും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും. അതുപോലെ നല്ല നല്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.